ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം പറഞ്ഞിട്ട് ഒളൊറ്റ ഓട്ടോട്ടാ. പിന്നെ അത് നിൽക്കലൊന്നുമില്ല. ഇപ്പം ഞാൻ അധികം പിടിച്ചു വലിക്കലൊന്നുമില്ല. അവിടെ നിന്നിട്ട് കളിച്ചോട്ടുന്നു. സമയം എന്ന് പറയുന്നത് 7:15 ഇതാ എടുത്തു ക്ലോക്ക്. കണ്ട 7:15. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എന്നോട് മിനിയാന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു ഓട്ടുപ്പള, നമ്മുടെ കാസർഗോഡിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഓട്ടുപ്പള. കാസർഗോഡിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാവും, പക്ഷെ നമ്മളെ കാസർഗോഡിലാണ് അത് കൂടുതലായിട്ടും സ്പെഷ്യലായിട്ട് എന്ന് പറയുന്നത്. അപ്പം കാസർഗോഡിൽ സ്പെഷ്യലായിട്ടുള്ള ഇപ്പോൾ ഇവളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നത് വരുന്നില്ലേ. വാടെ നിൽക്ക് നീയല്ലേ ഇപ്പം പറഞ്ഞ കാസർഗോഡിൻ സ്പെഷ്യൽ ഓട്ടുപ്പളയാണ്. മതി ഞാൻ പറയാം. ഓട്ടുപളയാണ് ഇന്ന് നമുക്ക് രാത്രിക്ക് ഇന്ന് ഫുഡ്. നമ്മൾ രാത്രി ചോറല്ല എന്തെങ്കിലും അപ്പാക്കും. അപ്പം ഇന്ന് ഓട്ടുപളയാണ് ആക്കുന്നത്. അപ്പോൾ എന്നോട് ഞാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് വീഡിയോ എടുക്കണം, വീഡിയോ പറഞ്ഞാൽ അതിൻ്റെ റെസിപ്പി എല്ലാം പറഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ലോങ് വീഡിയോ നയിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ഇവിടെയും ഞാൻ്റെയും ചെറിയൊരു നമ്മുടെ ചെറിയ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും എന്താ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. കാണണം എന്ന് പറയും. കാണണം. അപ്പൊ ഫസ്റ്റ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ റെസിപ്പി ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെ ചുട്ടെടുക്കുന്നത് അതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം. എന്നാ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് വൈകുന്നേരം രാത്രിക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഓട്ടുപ്പളയാണ്. ഇതാണ് നമ്മുടെ ഓട്ടുപ്പള ചൂടാനുള്ള ചട്ടി ഓട്. ഇന്ന് ഫുള്ള് കാസർഗോഡിൻ ലാംഗ്വേജിലെ പറയട്ടെ. എല്ലായിടത്തും ചുടുന്ന സാധനമായിരിക്കും, പക്ഷേ പേര് വേറായിരിക്കും, അതുകൊണ്ടായിരിക്കും അറിയാത്തത്. അപ്പോൾ ഈ ചട്ടീനെ ഓട്ടുപ്പള ചുടുന്ന ഓരോ സ്ഥലത്തും ചട്ടീനെ നമ്മൾ കാസർഗോഡിൽ ഓടുന്നാണ് പറയുന്നത്. പിന്നെ ഈ ചട്ടീനെ എന്താ പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓട്ടുപ്പളനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സാധനം നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വന്നതാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കി നല്ല ചൂടാവാൻ വെക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുപ്പത്ത് വെക്കുന്നത്, നമ്മളെ വിറകടുപ്പിലാണ് ബെസ്റ്റ് ചൂടാന്. പക്ഷേ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതേ പറ്റും അല്ലേ, കറി ചൂടാൻ പറ്റും. അതിന് മുമ്പ് ഞാൻ ഓൾറെഡി ഇത് കടഞ്ഞതിന് ശേഷം കേട്ടോ എനിക്ക് ഓർമ്മയായത് വീഡിയോ എടുക്കാന്ന്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ പച്ചരി ഞാൻ ഉച്ചക്ക് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായി. ഇപ്പം സമയം എന്ന് പറയുമ്പോൾ 7 മണിയാകുമ്പോൾ ഞാൻ കടഞ്ഞത്. അപ്പോൾ ഇത്ര ലെവലിൽ മതി. ഈ തന്നെയാണ് നീർദോശയും ചൂടുന്നത്. നീർദോശ നമ്മുടെ കാസർഗോഡ് സ്പെഷ്യൽ കേട്ടോ. അത് നമ്മുടെ കാസർഗോഡുകാർക്ക്, നമ്മുടെ കാസർഗോഡിൽ ഒരുപാട് ഫുഡ് ഉണ്ട് കേട്ടോ. വെറൈറ്റി ഫുഡ് ഉണ്ട്. യൂട്യൂബിനോട് ചോദിച്ചിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ വേണ്ടി വിളിക്കുന്നുണ്ട്. എന്ത് അതെയോ യൂട്യൂബിന്റെ കളിപ്പാട്ടെല്ലാം 1 2 3 നടക്കിപ്പോ അങ്ങനെ അറിഞ്ഞാൽ പോകും, ഇല്ലെങ്കിൽ പോകുന്നില്ല. കളിപ്പാട്ട് എല്ലാം ഇങ്ങനെ വിളിച്ചിടും. വെക്കാൻ പറയാൻ മടി. അപ്പോൾ 1 2 3 നമുക്ക് വേഗം പോയിട്ട് വെക്കാം. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഉണ്ടാവാൻ വേണ്ടിട്ട്. ഇപ്പൊ കളിപ്പാട്ടെല്ലാം നടക്ക് ഗുഡ് ഗേൾ ആയിട്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഉച്ചക്ക് കുതിർത്ത് വെച്ച പച്ചരി എനിക്ക് ഇവിടെ പച്ചരി കിട്ടിയിട്ട് എനിക്ക് ഇഡലി അരിയാന്ന് കിട്ടിയത്. കടയിൽ ഇഡലി അരിയിൽ നിന്ന് സെപ്പറേറ്റ് കിട്ടുന്നില്ല. ആ അരിയാണ് ഞാനിത് കുതിർത്ത് വെച്ചത്. അതിലേക്ക് എന്തെന്ന് ചോറ് ഇട്ടാലും അതുപോലെ തന്നെ പിന്നെ തേങ്ങ ഇട്ടാലും നല്ല സോഫ്റ്റ് ആവട്ടെ. എനിക്കിന്ന് ചോറ് ഉച്ചക്ക് നമ്മൾ കഴിച്ചിട്ട് തന്നെ കഴിഞ്ഞായിരുന്നു. ഞാൻ എക്സ്ട്രാ വെക്കുന്നില്ല, കളയേണ്ടി വരുന്നുണ്ട്. ഇന്ന് എക്സ്ട്രാ ഒന്നും വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് ചോറ് ഞാൻ യൂസ് ചെയ്തിട്ടായിരുന്നു. പിന്നെ കുറച്ച് തേങ്ങ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തേങ്ങ യൂസ് ചെയ്തിട്ട് അരിച്ചെടുത്ത സാധനമാണ് ഇത്. ഉപ്പും അടയിട്ട് അരിച്ചെടുത്തിട്ട് നല്ലോണം വെള്ളമായിക്കൂടാ, നീർദോശക്കുള്ള അത്ര വെള്ളമായിക്കൂടാ, ഒരു ഇത്ര ലെവലിൽ മതി അരിച്ചെടുത്ത് വെച്ച സാധനം. അപ്പോൾ ഇത് ചൂടാവട്ടെ, നല്ല ചൂടാവണം. ചൂടായി നമ്മളാണ് ഇതിന് ഒഴിച്ചു കൊടുക്കേണ്ടത്. യൂട്ടി മോള് വീഡിയോ അതിനെടുക്കുമ്പോൾ ചോട്ടു. ഇപ്പോഴാ തന്നെയാണ് മിസ്സാവുന്നത്. എന്താന്ന് പറഞ്ഞാല് നമ്മൾ രണ്ടാളുണ്ടാവുമ്പോൾ വീഡിയോ എടുക്കാനും ഒരാളുണ്ടാവും, കുഞ്ഞിനെ ഓടിക്കാനും ഒരാളുണ്ട്, നല്ല സെറ്റ് ആയിക്കൊണ്ട്. ഇപ്പൊ എല്ലാം ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ മിസ്സാവുന്നത്. അപ്പോൾ ധന്യ എന്നോട് പറയലുണ്ട്, എന്നോട് ആരെങ്കിലും പറയലുണ്ടോ ധന്യയില്ലാത്ത മിസ്സാവുന്നുണ്ടോ വീഡിയോസ്? നിങ്ങൾക്ക് വീഡിയോ മുമ്പ് കാണുമ്പോൾ ഇപ്പോൾ കാണുമ്പോൾ പറയുന്നുണ്ടോ ധന്യനെ മിസ്സാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളെ ഇത് ചൂടാവുന്നുണ്ട്. ഇത് ഭയങ്കര കട്ടിയാട്ടോ, ഈ ഓടിന് ഭയങ്കര കട്ടിയാണ്. ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ വാങ്ങിച്ചത് ഓടാണ്. ഇവിടെ മലയാളീസിൻ്റെ തന്നെ കേരളത്തിലെ എല്ലാ ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഭയങ്കര കട്ടിയാട്ടോ, പക്ഷെ ഭയങ്കര റേറ്റാണ്. ഏകദേശം നമ്മളെ മാസത്തിന് 800 രൂപ എന്തോ കൊടുത്തിട്ട് മേടിച്ച സാധനമാണ് ഇത്. അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിന്. ഇനിയിപ്പോൾ ഞാൻ വരുമ്പോൾ രണ്ടാമത് എടുത്തു. ഇനി ഞാൻ പോകുമ്പോൾ രണ്ടാമത് ഇതിനെ ഭദ്രമായിട്ട് സൂക്ഷിക്കും. നെക്സ്റ്റ് വരുമ്പോൾ എടുക്കും. ഇതാ ഓട് നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല നമുക്ക് നല്ലോണം ചൂട് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതിലേക്ക് നമുക്ക് എന്താക്കാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓട് ചൂടായിട്ടുണ്ട്.
പിന്നെ ചെറിയ അപ്പം ചൂടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ വലുത് ചൂടാൻ പറ്റുന്നില്ല, വേകുന്നതിൻ്റെ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ചെറിയതായിട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്കിങ്ങനെ എന്താ അടിച്ചു വെക്കാം. അയ്യോ വെള്ളം ഇതിൽ അടപ്പിൽ വെള്ളമുണ്ട് കേട്ടോ, അടിച്ചു വെക്കാം. അങ്ങനെ നമ്മളെ ഫസ്റ്റ് അപ്പം വേകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഫസ്റ്റ് അപ്പം എപ്പോഴെങ്കിലും കൊളാവുണ്ടാ, ഇന്നുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് ഇത് ഞാൻ 3ാമത്തെ തവണയാണ് ആക്കുന്നത്. ഫസ്റ്റ് 2 കൂട്ടം എന്താ കൊളായിനായിരുന്നു. അപ്പം മനസ്സിലായത് എന്താ പറഞ്ഞാൽ ഈ സാധനം നല്ല ചൂടായതിനു ശേഷമേ ഒഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വിറകടുപ്പായതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും. അപ്പം ഞാൻ അതേ സമയം നോക്കിയിട്ടാണ് എന്താ ഒഴിച്ചു കൊടുക്കരുത്. പക്ഷേ ഇവിടെ എന്താ ഭയങ്കര പെട്ടെന്ന് ചൂടാവുന്നില്ല. അത് മാത്രമല്ല ഇത് ഭയങ്കര കട്ടിയുള്ള ഓടാണ്. അപ്പോൾ കുറേ സമയം എടുക്കുന്നു ചൂടാവാൻ. ഒന്ന് ചൂടാവാൻ മാത്രം കേട്ടോ, പിന്നെ പ്രശ്നമില്ല, പിന്നെ പെട്ടെന്ന് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഇല്ല വെന്തിട്ടാ വേണം അത്രേ. പക്ഷേ സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് അറ്റംപ്റ്റ് ബെസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ എന്താ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോറ് ഇട്ടില്ലായിരുന്നു, ഇന്ന് ഞാൻ ചോറ് ഇട്ടില്ല. അതുകൊണ്ട് സോഫ്റ്റ് ഉണ്ടാവുമോയെന്ന് അറിയില്ല കേട്ടോ ഇന്ന്. പിന്നെ ഇനി മത്തിക്കറി ആവണമായിരുന്നു. പക്ഷേ മത്തിക്കറി ഇല്ല കേട്ടോ, ഇന്നലെ വെച്ച മത്തിക്കറി ആവണമായിരുന്നു. നല്ല അത് മുളകിലിട്ട് വെച്ച മത്തിക്കറിയുടെ ചാറും മുക്കി കഴിക്കണം, സൂപ്പറായിരിക്കും. പക്ഷെ ഇന്ന് കടലക്കറി കേട്ടോ, മത്തിക്കറി ഇട്ടിട്ടായിരുന്നു. അപ്പം നമുക്ക് നോക്കാം കേട്ടോ. വേവുന്നുണ്ട്. നോക്കിയേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ സോഫ്റ്റ് അറിയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോൾ ഭാഗം നല്ല ഇങ്ങനെ മുകളിലേക്ക് വരും. അപ്പം മനസ്സിലാവും നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ വിചാരിച്ചു ചോറിടാത്തതുകൊണ്ട് സോഫ്റ്റ് ഉണ്ടാവില്ല എന്ന്. തേങ്ങ ഇട്ടാലും നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ അപ്പം വന്നിട്ടുണ്ട്, എടുക്കാം കേട്ടോ. നമുക്ക് നമ്മളെ അപ്പം വന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാൻ കുറച്ച് ദോശനെക്കുള്ള ഈസി ആയിട്ട് വരില്ല. ഓക്കെ സെറ്റ്. കണ്ടോ നമ്മുടെ ഓട്ടുപോള റെഡി ആയതുണ്ടോ, സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് കുളമ്പ് തീ കൊടുക്കണം കേട്ടോ. നേരത്തെ നല്ല തീ ഉണ്ടാക്കി കൊടുക്കണം. വമ്പത്തി നമുക്ക് എന്ത് ചെയ്യാം, തുടച്ചു കൊടുക്കണം കേട്ടോ. കോട്ടൺ തുണി വെച്ച് വേണം, അതിനകത്ത് അല്ലെങ്കിൽ എന്താ ഉരുകാന്ന് പറഞ്ഞാൽ കോട്ടൺ തുണി വെച്ച് നമുക്ക് നന്നായിട്ട് തുടച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് 2ാമത്തെ ഓട്ടുപോള തുറന്നോട്ടെ. ഇനി പെട്ടെന്നാവട്ടെ, നേരത്തെ എടുത്ത സമയമൊന്നും വേണ്ട, പെട്ടെന്നാവും. സമയം വേണ്ട. അങ്ങനെ ഇന്ന് നമ്മളെ സാമി ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഓട്ടുപോളയാണ്. ഓക്കെ അതെടുത്തിട്ട് നെക്സ്റ്റ് എന്തെയ്യണം, ഇടുക്ക് നല്ല മീൻ ചാറ്, ഇതിടെ നല്ല മീൻ ചാറുണ്ടെന്ന് വിചാരിക്കുക. ഇനി ഇങ്ങനെ പൊളിച്ചെടുക്കുക, ഇനി ഇങ്ങനെ ഒന്നിങ്ങനെ മുക്കുക, എന്നിട്ട് കഴിക്കുക. എന്താ ടേസ്റ്റ്. പക്ഷേ ഇപ്പോൾ അറിയില്ല, ഞാൻ ഒന്ന് ഉപമ പറഞ്ഞത് കേട്ടോ. സൂപ്പറാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. മീൻ കറി വെച്ചെന്ന് തന്നെ ട്രൈ ചെയ്യണം, കാരണം അത് കിഡു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് കടലക്കറിയാണ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചിട്ട് എങ്ങനെയുണ്ട്. ഞാൻ കഴിച്ചിട്ട് പറഞ്ഞു തരട്ടെ. ഇന്ന് കഴിച്ചിട്ടാണല്ലോ, പക്ഷെ ഞാൻ പൊതുവെ കഴിക്കലുണ്ട്. സോറി ടൈമുട്ടി കണ്ടു. ദോശപ്പല്ലപ്പാ ബാ തരുന്നു. ഞാൻ കഴിക്കുന്ന അവള് കണ്ടുട്ടോ, അതുകൊണ്ട് അമ്മ എനിക്ക് ദോശപ്പിയല്ല ഇത് ഓട്ടുപോളാപ്പി. പൊളിയാണ്. മസ്റ്റായിട്ട് ട്രൈ ആക്കണോ? ട്രൈ ആക്കണോ? നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിയിട്ട് വന്നിട്ട് എന്നോട് കമന്റ് ചെയ്യണം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഓട്ടുപ്പളിയും അതുപോലെ തന്നെ മത്തിക്കറി എങ്ങനെ ഉണ്ടായിരുന്നു ട്രൈ ചെയ്യണം, പറയണം കേട്ടോ, കമന്റ് ചെയ്യണം. പിന്നെ ഇതേ അരവ് വെച്ചിട്ട് കുറച്ച് എന്താ ലൂസാക്കിയാൽ നീർദോശ പോരാൻ പറ്റും. നീർദോശയും അതുപോലെ തന്നെ ചിക്കൻ വറവും പുള്ളിയാട്ടാ, അതും നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ മെയിനായിട്ട് കാണിക്കാൻ വിചാരിച്ച കാര്യം കാണിച്ചു കേട്ടോ. ഞാൻ എന്താണ് ഓട്ടുപ്പള എങ്ങനെയാണ് ചുടുന്നത്, അല്ലെങ്കിൽ ഓട്ടട എങ്ങനെയാണ് ചുടുന്നതെന്ന് കാണിക്കാൻ പഠിച്ചാണ് ഇന്ന് മെയിനായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. അത് കാണിച്ചു. അപ്പോൾ അതിന് ഞാൻ കുറച്ച് കാര്യം കാണിച്ചു തരാം. ഈ കുട്ടി എന്ത് ചെയ്യുന്നത് എല്ലാവരും ഞാൻ കാണിച്ചു തരാം. ഈ കുട്ടി ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടാ ഈ കുട്ടിയുടെ പരിപാടി കണ്ട. ഇപ്പം എല്ലാവരും പറയാം പിള്ളേരുള്ള വീട്ടിലെല്ലാം ഇങ്ങനെയാണെന്ന്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഇവിടെ അടിക്കലും തോർത്തലും ഒന്നും ഇല്ലാന്ന്. പക്ഷേ നോക്കിയേ
രാവിലെ എപ്പോഴും ഒരടിക്കലും തോർത്തലും കഴിഞ്ഞു, അതുപോലെ തന്നെ വൈകുന്നേരത്തെ അടിക്കൽ കഴിഞ്ഞു കേട്ടോ. നോക്കിയേ ഇപ്പം ഇടി മൊത്തം ഇത് മൊത്തം ഓളതായി കളിപ്പാട്ടായിരിക്കും. മൊത്തം നോക്കിയേ, മൊത്തം ഓള് കളിപ്പാട്ടായി. എവിടെ പോയാലും ഓള സാധനങ്ങളായിരിക്കും ഇങ്ങനെ വലിച്ച് ചാടിച്ചുണ്ടാകുന്നത്. അച്ഛൻ്റെത് പിന്നെ നോക്കിയേ, ഇതാണ് ഓളുടെ മെയിൻ പരിപാടി. ഇനിയിപ്പോൾ ഇത് രാത്രി ഉറങ്ങുമ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെക്കുക. ഈ സാധനം അപ്പുറത്തുണ്ടായത് ആടുന്ന് വലിച്ചെടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഷൂവിനെ എല്ലാം ഓളാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ട യൂട്ടി എന്താക്കുന്നേ ഇവള് പുറത്തു പോയിട്ട് കളിക്കുന്നില്ല എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ പരിപാടി വീട്ടിലെന്താ ചെയ്യുന്നത് അതുപോലെ തന്നെയാട്ടാ. വീട്ടിലങ്ങനെ വലിയൊരു ബക്കറ്റിലുള്ള കളിപ്പാട്ടുണ്ട്, അതിനെല്ലാം മൊത്തം ഇങ്ങനെ വലിച്ച് വാരിയിട്ട് കളിക്കും. അതുപോലെയാണ് ഇവിടെ സ്പേസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ പോകാനുള്ള ഇങ്ങനെ ഓടിച്ചാടി കളിക്കാൻ സ്ഥലമുണ്ട്. അതെന്ത് കുട്ടി? അതെന്ത് ഇതെന്ത് കുട്ടി? ഇത് ഈ സാധനം എന്ത് ചെയ്ത്? പൂമ്മാറ്റനോട് എങ്ങനെ പൂമ്മാറ്റന്റെ പാട്ടുപാട്? ഏത് ബട്ടർഫ്ലൈ? അങ്ങനെ കാക്കയാ പാട്. ബട്ടർഫ്ലൈ 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 കം കം കം. എങ്ങനെ ഇപ്പൊ മറന്നുട്ടാ. പക്ഷേ ഇടക്കോള് ഈ പൂമ്പാറ്റ ഇങ്ങനെ ഉണ്ടുമ്പോൾ ഇതിപ്പോൾ ഒക്കെ വലിക്കാൻ കിട്ടുന്നു. മുമ്പ് വലിക്കാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് മുകളിലാക്കി വെച്ചിട്ടുണ്ടായി. ഇപ്പോൾ മിനിയാന്ന് മുതലാണ് ഇതിനെ വലിച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചത്. അവിടെ നിന്നിട്ട് പാടും ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ കം കം എന്നാക്കിയിട്ട് ഇടുന്നിട്ട് കുറേ നേരം പാട്ടെല്ലാം പാടിക്കൊണ്ടിരിക്കും. ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ കം കം കം. ഇവിടെ നമ്മുടെ രാജ്യം ഏതാണ്? ഇവിടെ ഏത് നമ്മുടെ രാജ്യം? നമ്മുടെ രാജ്യത്തിന്റെ പേരെന്താ പറയേ? നമ്മുടെ രാജ്യം അല്ല, അത് നമ്മളെ സ്റ്റേറ്റ് അല്ലേ? അവള് പറയുന്നിട്ടാ രാജ്യം. നമ്മുടെ രാജ്യം ഏത്? രാജ്യം ഇങ്ങനെ പറയും. നമ്മുടെ രാജ്യം ഏതാണ്? ഞാൻ ചോദിക്കുന്ന ഫ്ലോ അങ്ങനെ ആയിക്കണം. നമ്മുടെ രാജ്യം ഏതാണ്? ഇന്ത്യ. അപ്പൊ അങ്ങനെ പറയട്ടെ, ഇന്ത്യ. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? മോദിജി. നമ്മുടെ സ്റ്റേറ്റ് ഏതാണ്? നമ്മുടെ സ്റ്റേറ്റിന്റെ പേരെന്താണ്? നമ്മുടെ സ്റ്റേറ്റിന്റെ പേരെന്താണ്? കേരളം. അതത്ര സ്ലോ ആയിട്ട് പറയുന്നത്. പിന്നെ പൂച്ച എങ്ങനെ ഒരു പൂച്ചന്റെ സ്റ്റോറി പറയുന്നത് എങ്ങനെ? പമ്മി. അത് ഒരിടത്തൊരിടത്തൊരിടത്ത് പൂച്ചയുണ്ടായിരുന്നു. പൂച്ച എങ്ങനെയാ വരുന്നത്? എങ്ങനെ പൂച്ച വരുന്നേ? അത് ഈ വീട്ടിലെ കുഞ്ഞു അറിയൂട്ടെ. എല്ലാം അറിയൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ ഈ വീട്ടിലേക്ക് അറിയാം അല്ലേ വീട്ടി? അതെ. ഈ വീട്ടിൽ കുറച്ച് കാര്യം അറിയാട്ടാ. ഞാൻ വെറുതെ ജസ്റ്റ് ഇതിൻ്റെ വീഡിയോ ഒന്ന് ആഡ് ചെയ്തതൊന്ന് മാത്രം ഇട്ടാ. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ. അപ്പോൾ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 മണിയാകുന്നുണ്ട്. 8 മണി ആയിട്ടാട്ടോ, 8 മണി ആകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സമയം എന്ന് പറയുന്നത് 8 മണിയാവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മെയിൻ വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ അത്ര മാത്രമേ ഉണ്ടായിട്ട്. എന്തെന്ന് പറഞ്ഞാൽ ഒന്ന് ഓട്ടട ചൂടുന്നത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ പിന്നെ കുഞ്ഞു നമ്മളെ വൈകുന്നേരത്തെ കുഞ്ഞു കാര്യങ്ങൾ കാണിച്ചു തരാം. ഇനി നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8 മണിയായി. 8 മണിക്ക് അപ്പെല്ലാം ചൂട്ടിട്ടാകുമ്പോൾ തന്നെ ഏകദേശം 8:30 മണിയാവും. എന്നിട്ട് കുട്ടിക്ക് ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കുട്ടീനെ കുളിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിയുമ്പോഴേക്ക് ഏകദേശം ഒരു 9:30 ആകുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഞാൻ കുറച്ച് നേരം TV നോക്കാം സമയം കൊടുക്കും. എന്നിട്ട് അച്ഛൻ വരുവോളെ കുറച്ച് സമയം അരമണിക്കൂർ TV കാണും. അപ്പോഴേക്ക് അച്ഛൻ വരും. പിന്നെ അച്ഛനും മോളും കളിയായി. അങ്ങനെയാണ് നമ്മുടെ ഡേ എന്ന് പറയുന്നത്, വൈകുന്നേരം ഡേ എന്ന് പറയുന്നത്. പിന്നെ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര കാറ്റാട്ടോ. ഇന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. ഭയങ്കര കാറ്റായതുകൊണ്ട് നമ്മൾ ഏടിയും പോയിട്ടാ. ഇന്നലെ പോയിനായിരുന്നു, ഇന്ന് ഏടിയും പോയിട്ടാ അല്ലേ കുട്ടി? അതെ. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്, ഇത്രയുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അല്ലേ കുട്ടി? അതെ. അപ്പോൾ ബൈ പറയാം നമുക്ക്. വാ. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ പറയും. ടാറ്റ. പറഞ്ഞില്ല ഇന്ന് ഭയങ്കര കാറ്റാണെന്നതാ. നോക്കി പുറത്തേ നോക്കിയാൽ നനയ്ക്കാനിട്ടതെല്ലാം നോക്കിയാൽ അത്രക്ക് കാറ്റാട്ടോ. ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു. അതായിരുന്നു ഭയങ്കര കാറ്റാന്ന്. പിന്നെ അതാ വണ്ടിയെല്ലാം പോകുന്ന കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈറണും അതുപോലെ തന്നെ ഒരു സ്ഫോടനെല്ലാം കഴിഞ്ഞതേ ഇല്ലൂ കേട്ടോ. ഒരു ബോംബും
പിന്നെ ഇപ്പോൾ ഒരു ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടായിന്. ഒരു ഏകദേശം 6:30 ആകുമ്പോഴത്തേക്ക് സൈറൻ അടിച്ചു. അപ്പോൾ തന്നെ എന്താ 2-3 എന്താ ബോംബ് പൊട്ടി. അതെല്ലാം കഴിഞ്ഞു. ഇനി ഇന്നത്തത് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇന്ന് ഫസ്റ്റ് ആയിട്ടാണ് ഇന്ന് ഉണ്ടായത്. ഇന്ന് വൈകുന്നേരമാണ് ഉണ്ടായത്. പൊതുവേ ഇന്നലെ രാത്രി ഉണ്ടായിന്, പിന്നെ ഇന്ന് വൈകുന്നേരം. പൊതുവേ ഒരു ദിവസം ഒരു നേരം മാത്രമേ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ നമുക്ക് എന്താവുമെന്ന് കാണാം. നല്ല കാറ്റുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നമ്മളിന്ന് പുറത്ത് പോയത്. നോക്കിയിരുന്നു, അത്ര ഈ ഡ്രസ്സെല്ലാം ഉണങ്ങുന്നത് തന്നെ ഈ കാറ്റത്തെന്ന് പറയാം. അത്രയ്ക്ക് കാറ്റാണുള്ളത്.